ഹലോ ഗൈസ്, ആക്ച്വലി സൗദി അറേബ്യയിൽ നിന്നും ദുബായിലേക്ക് പോവാണ്. സൗദി അറേബ്യയെ വിട ദുബായിലോട്ട് പോയി ഇനി ദുബായിൽ പോയി കുറച്ച് ജോലി തപ്പാന്ന് വിചാരിച്ചിട്ടാണ് സൗദി അറേബ്യയിൽ നിന്ന് ദുബായിലേക്ക് പോകുന്നത്. എൻ്റെ ചേച്ചിക്ക് ഇന്ന് കരച്ചിലോടെ കരച്ചില്ല ഞാൻ പോകുന്നത് കൊണ്ട്. എന്നാലും കുഴപ്പമില്ല, ജോലി കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ദുബായിലേക്ക് വണ്ടി കയറുന്നത് ഗൈസ്. അങ്ങനെ ബോർഡിംഗ് പാസ്സൊക്കെ എടുത്തു. ബോർഡിംഗ് പാസ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അറബി ആണെങ്കിൽ മാറുന്നില്ല, അവിടെ തന്നെ നിൽക്കുകയാണ്. അത് ഞാൻ നിന്ന് മടുത്തു. അത് കഴിഞ്ഞ് എനിക്ക് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. പിന്നെ ഞാൻ നേരെ വന്ന് ഇരുന്നു. ഇവിടെ ഇരുന്നതിന് ശേഷം എല്ലാ ഫ്ലൈറ്റും വായി നോക്കി മടുത്തു. അത് കഴിഞ്ഞ് ഒരു കൊച്ചിനെ കണ്ടു, എന്ത് രസമാണ്, ഭയങ്കര വികൃതിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് എൻ്റെ ഫ്ലൈറ്റ് ഇതാ വരുന്നു. ഇതാണ് ഞാൻ പോകുന്ന ഫ്ലൈറ്റ് ഗൈസ്, ഫ്ലൈനാസ്, അതിനകത്താണ് പോകുന്നത്. പിന്നെ ബസ്സൊക്കെ വന്നു. ബസ് സത്യത്തിൽ വരേണ്ട കാര്യമില്ല ഗൈസ്, ഒന്ന് അപ്പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയാണ് ഈ ബസ്. എന്താണത്, കേരളമാണെങ്കിൽ ഇങ്ങനെയൊന്നുമില്ല, നടന്നു പോക്കോളാൻ പറഞ്ഞു. പിന്നെ ബസ്സിലൊക്കെ കയറി നേരെ എത്തി. അവിടെ നിന്ന് നടന്ന് പൊള്ളുന്ന വെയിൽ ഗൈസ്, തലയിലൊരു മുട്ട പൊട്ടിച്ചു ചോദിച്ചാൽ ബുൾസയായിട്ട് കഴിക്കാം. അങ്ങനെ രീതിക്കാണ് ഈ വെയിൽ തലയിൽ വന്നടിക്കുന്നത്. പിന്നെ നേരെ ഫ്ലൈറ്റിലോട്ടൊക്കെ കയറി. ആ എയർ ഹോസ്റ്റേഴ്സിനെ കണ്ടോ, എന്ത് സുന്ദരിയല്ലേ. എല്ലാ എയർ ഹോസ്റ്റേഴ്സും നല്ല സുന്ദരികളാണ്. ഞാൻ കയറിയ എല്ലാ ഫ്ലൈറ്റിലെ എയർ ഹോസ്റ്റേഴ്സും സൂപ്പറായിരുന്നു. അങ്ങനെ ചോദിച്ചു. അങ്ങനെ അവിടെ പോയിരുന്നു. ഇതിനിടയ്ക്ക് ബെൽ ബട്ടണും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഗൈസ്. ബെൽ ബട്ടണും സബ്സ്ക്രൈബും ചെയ്യുക. എനിക്ക് എൻ്റെ ചാനലിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്ത് നിങ്ങളുടെ ചാനൽ പോലെ കാണുക. അത് കഴിഞ്ഞ് നേരെ കയറി സേഫ്റ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫ്ലൈറ്റ് എടുത്തു ഗൈസ്. ബസ്സിൽ പോകുന്ന പോലെയാണ് ഞാൻ ഫ്ലൈറ്റിൽ കയറിയിരിക്കുന്നത്. പക്ഷെ ഒരു ഇതും ഇല്ലായിരുന്നു. ഫ്ലൈറ്റാണ്, എന്തൊരു ഫ്ലൈറ്റായിരുന്നു അറിയാമോ, ഇത് മൊത്തം കുലുങ്ങുമായിരുന്നു. ഞാൻ അങ്ങ് ദുബായി ഞാൻ റിയാദിൽ ഇറങ്ങിയിട്ടാണ് ദുബായിലോട്ട് പോകുന്നത്. പക്ഷെ റിയാദിൽ എത്തുന്നവരെ ഈ ഫ്ലൈറ്റ് ഒരുമാതിരി നമ്മുടെ KSRTC ബസ്സിനെക്കാട്ടിയും കഷ്ടമായിരുന്നു. കട്ടറുള്ള റോഡിൽ പോകുന്ന കണക്കാണ് എനിക്ക് ഫ്ലൈറ്റിൽ കയറിയപ്പോൾ പോകാൻ ഒരു ഇത് തോന്നിയത്. പിന്നെ നമ്മൾ നേരെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി റിയാദിലെത്തി. റിയാദിൽ ആ വ്യൂ കണ്ടു ഗൈസ്. ആ ഫ്ലൈറ്റ് എന്ത് രസമായിരുന്നു. റിയാദ് എയർപോർട്ട് ഞാൻ കണ്ടതിൽ വെച്ച് അടിപൊളി എയർപോർട്ട് എന്ന് പറയുമ്പോൾ റിയാദ് എയർപോർട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ആരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ദുബായിൽ എത്തിയിട്ട് ഇനി ദുബായിലെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ അവിടെ നിന്ന് എനിക്ക് കിട്ടിയൊരു ഫ്രണ്ടാണ് പിലിപ്പിനി. സൂപ്പർ ഫ്രണ്ടായിരുന്നു. ഞാനും ആ കുട്ടിയും കൂടി ആ റിയാദ് എയർപോർട്ടിൽ വഴി തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അവസാനം എൻ്റെ ഫ്ലൈറ്റ് കണ്ടുപിടിച്ചു. അങ്ങനെയായിരുന്നു. പിന്നെ ഫിലിപ്പീന് വേറെ റൂട്ടിൽ പോയി, ഞാൻ പിന്നെ ഈ റൂട്ടിൽ വന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഇതിൻ്റെ ഇടയ്ക്ക് മൊത്തം കൺഫ്യൂഷനായിപ്പോയി. അത് കഴിഞ്ഞ് റിയാദിൽ നിന്നും ചെക്ക് ഇൻ ചെയ്തു. നേരെ കയറി. നേരെ പിന്നെയും ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ്. ഫ്ലൈറ്റിലിരുന്ന് ബുദ്ധിമുട്ടാണ് ഞാൻ ഗൈസ്. അതിനുശേഷം ഫ്ലൈറ്റിൽ വിൻഡോ സീറ്റിലാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. പക്ഷെ ഞാൻ ഇരിക്കാൻ താമസിച്ചു. അത് കഴിഞ്ഞ് അവിടെ നിന്നും ഫ്ലൈറ്റ് എടുത്തു. ഫ്ലൈറ്റിൽ പോകുന്നത് എനിക്കിപ്പോൾ ഒട്ടും ഇഷ്ടമല്ല. ഫ്ലൈറ്റ് എനിക്കിഷ്ടമല്ല ഗൈസ്, എനിക്ക് ബസ്സാണ് കുറച്ചും കൂടി ഇഷ്ടം. അതിനുശേഷം ഞാൻ ദുബായിലെത്തി. ദുബായിൽ ഇറങ്ങി. ഇതാണ് ദുബായിയുടെ എയർപോർട്ട്. കുഴപ്പമില്ല ഗൈസ്, പക്ഷെ റിയാദാണ് കുറച്ചും കൂടി അടിപൊളി എനിക്ക് തോന്നിയത് വെച്ച്. ദുബായിൽ പിന്നെ ജോലി നോക്കാൻ വന്നത് കൊണ്ട് എങ്ങനെയായാലും കുഴപ്പമില്ല, നമുക്ക് ജോലി കിട്ടിയ പോലെ. അത് കഴിഞ്ഞ് ദുബായിലെത്തി. ദുബായിൽ നിന്നും എല്ലാത്തിലും കയറി മെട്രോയിലൊക്കെ കയറാൻ പോവുകയാണ് ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് ദുബായിലേക്ക് മെട്രോയിലൊക്കെ കയറുന്നത്. അങ്ങനെ ചേച്ചി ഇതാണ്ട് ബോർഡൊക്കെ പിടിച്ചിരുന്നു, വെൽക്കം ടു ദുബായ്. അങ്ങനെ ദുബായിലെത്തി ഗൈസ്. ഞാൻ എല്ലാവരും ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഇനി ദുബായിലെ വിശേഷങ്ങളും ജോലി എങ്ങനെ നോക്കുന്നതും എല്ലാ കാര്യങ്ങളും ഞാൻ ഇനി ഈ യൂട്യൂബ് ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.